ഇത് സെഫീക്കല്ലേ പുറത്ത് വീട്ടത്തെ? ആ അതന്നെയാണ് കേട്ടാ. ഇപ്പൊ ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങിയാ അവൻ ഭയങ്കര മാനേജ് നടന്നല്ലോ. ഇപ്പൊ എന്താ ബസ്സിൽ കയറിയിട്ട് പെണ്ണിന്റെ അടുത്ത് നിന്നിട്ട് തോണ്ടലും പിടിക്കലൊക്കെ ആയിട്ട് ഇപ്പൊ മൊബൈലിലൊക്കെ വന്നിരിക്കുന്നത്. ആ ഇവനെ കാണട്ടെ, ശരിയായിക്കൊണ്ട്. ഇത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. നമ്മുടെ അടുത്തൊക്കെ നല്ല മാന്യമായിട്ട് സംസാരിക്കുക, ബസ്സിൽ കയറി കഴിഞ്ഞ സ്വഭാവം മാറും അല്ലേ? ആ ഇതെന്തായാലും ചോദിക്കേണ്ടി വരും കേട്ടാ. ചോദിക്കാം കണ്ടു കഴിഞ്ഞാല്. മിണ്ടാ പൂച്ച കലോടയ്ക്കെന്ന് പറഞ്ഞിട്ട് വെറുതെ അല്ല കേട്ടാ. ഇങ്ങനെയൊക്കെ മാന്യനായിട്ട് നടന്നിട്ടേ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തനി സ്വഭാവം മനസ്സിലായി. അത് ഉമ്മാനെ കണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ല, നിങ്ങളിവിടെ അടിച്ചു പോയിരിക്കല്ലേ? നിങ്ങളെ മോനെ ആകെ വൈറലാണല്ലോ. ഒന്നും അറിഞ്ഞില്ല. ഇപ്പോ വീഡിയോയിലും കംപ്ലീറ്റ് വൈറലാണല്ലോ. വൈറലാകെ എന്താ എന്റെ മോൻ വൈറലായി പറഞ്ഞേ? എന്താണ് സംഭവം? എനിക്ക് മനസ്സിലായില്ല. തെളിച്ച് പറയേ, നല്ലക്ക് മനസ്സിലാകുക. നിങ്ങൾ ടി വിയിലും ഭയങ്കര മൊബൈലിലും ആണ് ആൾക്കാരൊക്കെ ചർച്ച ചെയ്ത് കണ്ടിട്ട് ആൾക്കാർ പറയുന്നത് നിങ്ങളെ മോന് ഭയങ്കര ഫേമസ് ആയി. ഇപ്പോ ബസ്സിൽ കയറിയിട്ട് ഒരു പെണ്ണിനെ എന്തോട്ട് തട്ടി നമുട്ടി നമുക്ക് ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ടേട്ടാ. ആവശ്യമില്ലാത്ത പറഞ്ഞ എന്റെ മോനെ പറ്റി എനിക്കറിയണ പോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. എന്റെ മോനെ പറ്റി എനിക്കറിയാം. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞല്ലോ. എന്റെ കയ്യിൽ എന്താന്നൊക്കെ ചൂലാണ് അടിച്ചോണ്ടിരിക്കുന്നത് മാത്രല്ല. ദേഷ്യപ്പെട്ട് കാര്യമില്ല. ടിവിയോ അല്ലെങ്കിൽ മൊബൈലാണെങ്കിൽ വെച്ച് നോക്കുന്നുണ്ട്, അപ്പൊ അറിയാം അതിനെ പറ്റി. എന്റെ മോൻ തട്ടിയിട്ട് മുട്ടിയിട്ടാണ്. എന്റെ മോൻ ആരെ പുറത്ത് തട്ടി മുട്ടി? എന്റെ മോനെ കുറിച്ചിട്ട് നാട്ടുകാരോടൊന്ന് അന്വേഷിച്ച് നോക്ക്. എന്റെ മോനെ പറ്റി ആവശ്യമില്ലാത്ത പറഞ്ഞ എന്നോട് പറഞ്ഞത് വേറെ ആരടുത്ത് പറഞ്ഞിട്ടല്ല. നിങ്ങളെ വിവരം അറിയാം നിങ്ങക്ക്. പോയായിരുന്നേ മോനെ പറ്റി പറയാൻ ഭയങ്കര പരദോഷം. ആരെയും കിട്ടിയില്ല, എന്റെ മോനെ കിട്ടിയത് പോലെ. എന്റെ മോനെ പറ്റി എനിക്കറിയാം. എല്ലാ താത്ത എന്തിനാ എന്നോട് ചൂടാണ്? എന്നോട് ചൂടായിട്ട് കാര്യമില്ല, ജനങ്ങൾ മൊത്തം പറയുന്നുണ്ട്. ഈ ടി വി ഒന്നും ഇവിടെ ഇല്ലേ, മൊബൈലും ഇല്ലേ? ഇത് നോക്കിയാ നിങ്ങള്? ഞാൻ നുണ പറയണതല്ല, ഇത് കേൾക്കും. കണ്ടില്ലേ? നോക്ക് നിങ്ങള്, ഞാൻ നുണ പറഞ്ഞല്ല. നിങ്ങളുടെ മോൻ തന്നെയല്ലേ അത്, ഞാൻ നുണ പറഞ്ഞൊന്നല്ല. എന്റെ മോനാണല്ലോ. പടച്ച റബ്ബേ, ഞാൻ എന്തായി കാണണല്ലോ. അയ്യ റബ്ബേ, എന്റെ മോൻ ഇങ്ങനെയുള്ള ആളൊന്നും അല്ലല്ലോ. എന്റെ മോൻ എന്താ ഇങ്ങനെയൊക്കെ വന്നിരിക്കണ? പടച്ചവനെ, താരം എന്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് വയ്യ. ഞാൻ എന്താ കാണണ റബ്ബേ, എനിക്ക് വയ്യ പടച്ചവനെ. എന്റെ മോൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല. എന്റെ മോനെ ഉപ്പല്ലാത്ത കുറവൊന്നും ഒരിക്കലും എന്റെ മോനക്ക് ഇങ്ങനെ വരുത്തിച്ചിട്ടില്ല. അതാരോ എന്റെ മോനെ ചതിച്ചതാണ്. വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ മോന്റെ പേര് ദോഷം കളയാൻ വേണ്ടി ആരോ ഒരു കള്ള ചതി ചെയ്തതാണ്. എന്റെ മോൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്റെ മോനെ ആരോ പറ്റിച്ചാണ്. എന്നിട്ട് ഇങ്ങനെ ഇട്ടിക്കണ നോക്കിയ ദുനിയാവൊക്കെ കാണുന്ന പോലെ. എന്റെ മോൻ കണ്ട എന്താ ചെയ്യും പഠിച്ചവനെ? എന്റെ കുട്ടി അങ്ങനെ മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവൂല. ഇത് വന്നത് പോലും എന്റെ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല. റബ്ബേ, ആരോ എന്റെ മോനെ ചതിച്ചതാണ് ഇബിലീസുകൾ. ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായില്ലേ നിങ്ങളെ മോൻ തന്നെയാണെന്ന്? മൊബൈൽ കണ്ടു. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാ. നീ മോൻ വന്നിട്ട് ചോദിച്ചു നോക്കും. നേരാണോ സത്യം നമുക്ക് അറിയില്ലല്ലോ. ചോദിച്ചു നോക്കോളൂ. ഞാൻ പോട്ടെ. ഓ ആ മോനെ, നീ വന്നാ? എന്റെ മോനെ, നിന്റെ മോനെ പറ്റിട്ട് എന്തൊക്കെയാണ് ഞാൻ കേൾക്കണത്? നേരത്തെ അപ്പുറത്തെ വീട്ടിലത്തെ ആള് വന്നിട്ട് മൊബൈലിൽ എന്തൊക്കെയോ കാണിച്ചു തരുന്നു. മുന്നേ എനിക്ക് കണ്ടതോടെ എന്റെ കയ്യും കാലൊക്കെ കുഴഞ്ഞു. അപ്പൊ തൊട്ട് വന്ന് ഇരിക്കുകയാണ് ഞാന്. എന്താ എന്റെ മോനെ പറ്റി എന്തൊക്കെയോ പറയണ്ടല്ലോ? മോൻ എവിടെയായിരുന്നു? മോൻ ജോലിക്ക് പോയതല്ലേ? എന്തൊക്കെയൊക്കെയോ പറയണ്ടല്ലോ. എനിക്ക് വയ്യ. എന്റെ മോനെ ഇത്ര നേരം കാണാണ്ട് ഒന്ന് വരട്ടേ വേണ്ടിയിരിക്കായിരുന്നു. ഞാൻ പേടിച്ചു പോയി മോനെ. എന്റെ മോനെ ഇത്ര നേരം കാണാണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബസ്സില് തിരക്ക് വന്നപ്പോ ഞാൻ ഫ്രണ്ടിലോട്ട് ഒന്ന് കേറിയതാ. എന്തൊക്കെയാ ആൾക്കാർ പറയണു, വഴി കൂടെ വരുമ്പോഴും പോകുമ്പോഴും. നീ എന്താ പെണ്ണുപിടിയനാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയണേ, എന്തൊക്കെയാ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല അമ്മ. ഞാൻ ഉമ്മാന്റെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. ഉമ്മ എന്നെ വിശ്വസിക്കേ.
എന്റെ മോൻ കരയണ്ട. എന്റെ മോൻ എന്തിനാ കരയണ? എന്റെ മോൻ അങ്ങനെ തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊന്നും ചെയ്തില്ലമ്മ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ബസ്സിൽ അത്രയും തിരക്കാ. എന്റെ മോനെ ഞാൻ അങ്ങനെ വളർത്തിയിട്ടില്ല. എന്റെ ഉപ്പ എത്ര ചെറുപ്പത്തെ നിങ്ങളെ ഇട്ട് തന്നിട്ട് പോയതാണെന്ന് അറിയോ? നിങ്ങളെ ഞാൻ അങ്ങനെ വളർത്തിയിട്ടില്ല. അത്ര കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ ടിവിയിലും മൊബൈലും ഒക്കെ എന്റെ മുഖമാ. എനിക്ക് നാണക്കേട്. അവര് കാണിച്ചോട്ടെ മോനെ, അവരാരോ എന്തോ ചെയ്തോട്ടെ. എന്റെ മക്കള് തെറ്റ് ചെയ്യില്ല എന്ന് ഉമ്മാക്കുണ്ട്. ഇവിടെയുള്ള ആൾക്കാരും വിശ്വസിക്കില്ല. അത് മോനിക്ക് പോരെ. ആരെന്തോ ചെയ്തോട്ടെ, ആരെന്തോ പറഞ്ഞോട്ടെ. എന്റെ മോൻ വിശ്വസിക്കില്ല, ഉമ്മയും വിശ്വസിക്കില്ല. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെ, ഈ അത് വിശ്വസിക്കില്ല, ഉമ്മയും വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല മോനെ. ആരെന്ത് ചെയ്താലും വിശ്വസിക്കില്ല. ആരോ കൊടുത്തോട്ടെ, ദുനിയാവേ കാണും അത്ര. അങ്ങനെയൊക്കെ ഇട്ടാല് അവർക്ക് എന്ത് കിട്ടണം? എന്റെ പാവത്തിന് ഇങ്ങനെ ചെയ്തിട്ട്. എല്ലാരും പറയണത് ഞാനാണെന്നാണ്. എല്ലാരും പറയണത് എന്റെ മേലെ തെറ്റെന്ന് പറഞ്ഞിട്ട് എത്ര വട്ടം അറിയോ ഫോണില് കോളുകൾ വന്ന്. എനിക്ക് അവരാരെന്തോ പറഞ്ഞോട്ടെ, എന്റെ മോൻ വിശ്വസിക്കണ്ട. എന്റെ മോന്റെ മനസ്സിൽ ഇല്ലേ, അത് കാണുമ്പോ എന്റെ മോന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. ഞാൻ കണ്ടതേ അപ്പുറത്തെ ആളെ എനിക്ക് കൊണ്ട് കാണിച്ചത്. എന്റെ നെഞ്ഞ് തകർന്നു പോയി പൊന്നെ. എന്റെ കുട്ടി ഇതാ ഒരു തെറ്റും ചെയ്യാണ്ട് ബസ്സിൽ യാത്ര ചെയ്യണ മോനെ പറ്റിട്ട് എന്തിനാ ഇങ്ങനെ ദുനിയാവൊക്കെ കാണുന്ന പോലെ വന്നിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറയാ ദുനിയാവേ കാണും, റീച്ചായി അങ്ങനെ. ഈ റീച്ച് പറഞ്ഞ എനിക്കൊന്നും അറിയില്ല. ദുനിയാവേ കാണും അത്ര. എന്തിനാ ഈ മനുഷ്യന്മാര് എന്റെ മോൻ ഇങ്ങനെ ചെയ്യുന്ന? ചിലപ്പോ അവര് വെറുതെ ഇങ്ങനെ ഇട്ടതാവും മോനെ. എന്റെ മോൻ വിഷമിക്കണ്ട. അതൊന്നും എന്റെ മോന് ഒരു തെറ്റും ചെയ്തില്ല എന്ന് ഉമ്മാക്കറിയാം, എന്റെ മോനക്ക് അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. ഒരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് മൊബൈൽ കൊണ്ട് കാണിച്ചെന്ന ആളും പറഞ്ഞു നിങ്ങളെ മോൻ അങ്ങനെയൊന്നും അല്ല, എന്നാലും ഞാൻ കാണിച്ചു തന്നാണ്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട്. ഇനി എന്റെ മോതേ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചോണ്ടിരിക്കണ്ട. ടെൻഷൻ അടിക്കാൻ മാത്രം എന്റെ മോനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മോന്റെ ഭാഗത്തുനിന്ന് കാണുമ്പോ ഒരു തെറ്റും അതിലില്ല. ആര് വിശ്വസിച്ചില്ലേലും ഉമ്മ അങ്ങനെ വിശ്വസിക്കാൻ. എന്റെ മോനെ പറ്റി എനിക്കറിയാം. ഞാൻ വളർത്തിയ മോനാണ്, ഞാൻ പ്രസവിച്ച മോനാണ്. എന്റെ മക്കളെ പറ്റി എനിക്കറിയാം. എന്റെ മക്കൾ ഒരു തെറ്റ് ആളോട് ഞാൻ ചൂടായി നേരത്തെ കാണിക്കാൻ വന്നപ്പോ. അപ്പൊ എനിക്ക് എന്റെ മോനെ പറ്റി ദുനിയാവേ കാണുന്നു പറഞ്ഞപ്പോ ഒരു ടെൻഷനായിരുന്നു. അതെ, എന്തോ ആയിട്ട് എന്റെ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ചെന്നിട്ട് ഒന്ന് കിടന്നുറങ്ങിയ അതേ ആലോചിക്കണ്ട, ചെന്നൊന്ന് ഉറങ്ങുക. അതെ, ഉമ്മ ചൂടുള്ള ചായ ഒന്ന് വെച്ച് കൊണ്ടുവരാം, അത് കുടിച്ചും കണ്ട് എന്റെ മേലെ ഒന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്, അതേ ആലോചിച്ചിരിക്കണ്ട. എന്തൊരു കഷ്ടകാലാണത് റബ്ബേ. ഹലോ. ഇല്ലടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഞാനൊന്നില്ല. ഞാൻ മനഃപൂർവ്വം അവനൊന്നും ചെയ്യില്ല. നിനക്ക് അറിഞ്ഞൂടെ? നിക്കടാ, അതെ മാമ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഹലോ മാമ. ഇല്ല മാമ, എല്ലാരും എന്നെ കുറ്റം പറയണം. ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്താ ഉണ്ടായെന്ന് ഒന്നും അറിയുന്നില്ല. ബസ്സിൽ തിരക്ക് വന്നപ്പോ ഞാൻ കേറി നിന്നല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വീഡിയോ എടുത്തതോ എന്റെ പുറത്ത് വീഡിയോ വരുന്ന ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് അറിയില്ല മാമ. ആ കിടന്നില്ലടാ, ഒന്ന് കിടന്നൂടെ? നീ ചായ കുടിച്ചിട്ട് ഒന്ന് കിടന്നേ. ഇല്ലമ്മ, കിടന്നാലൊന്നും ഉറക്കം വരുന്നില്ലമ്മ. മാമയും കൂട്ടുകാരന്മാരും എല്ലാരും വിളിച്ചു. എല്ലാരും ഓരോന്നും പറയണ കേൾക്കുമ്പോ ടിവിയിലും എല്ലാത്തിലും എന്റെ മുഖം മാത്രമേ ഉള്ളത്ര. ചെയ്യാത്ത തെറ്റിന് എന്തിനാ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പും നല്ല വിശ്വാസമുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു തെറ്റായ രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നം വരുന്നെന്ന് അറിയണില്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ചെറുപ്പം മുതൽ കഷ്ടപ്പാടും കണ്ണീരൊക്കെ അനുഭവിക്കണതാണ്. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി താങ്ങാൻ എന്നെ കൊണ്ട് പറ്റണില്ല. കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടൊന്നും അവരൊന്നും എന്റെ ഭാഗത്ത് വെച്ച് സംസാരിക്കണേ ഇല്ല. നീയാണ് ചെയ്തത് തെറ്റ്, നീയാണ് തെറ്റെന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്യുക? ആരെന്തോ പറഞ്ഞോട്ടെ എന്റെ മോനെ പറ്റി നമുക്കും അറിയാം, മാമന്മാർക്ക് എല്ലാവർക്കും അറിയാം. നീ അതിന് ബേജാറാകണ്ട. അതെ, ഈ ചൂടുള്ള ചായ കുടിച്ചിട്ട് എന്റെ മോൻ കൂട്ടുകാരൊക്കെ ക്ലബിൽ വന്ന് വർത്താനം പറഞ്ഞിരിക്കില്ല. അവര് കൂടെ കുറച്ച് പേർക്ക് വർത്താനം പറഞ്ഞിരുന്നേ മനസ്സൊക്കെ ശരിയാവും. എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ടെൻഷൻ അടിക്കാൻ ആരെങ്ങനെയോ നോക്കിക്കോട്ടെ. ഒന്നും കാര്യാക്കണ്ട. ചായ കുടിച്ചുകൊണ്ട് അവിടെ പറ്റി ഞാൻ വർത്താനം പറഞ്ഞിരുന്നേ ഒക്കെ ശരിയാവും. എന്റെ മോൻ ഒരിക്കലും തെറ്റ് ചെയ്യൂല, എനിക്കറിഞ്ഞൂടെ. ചെല്ല്, എന്റെ മോൻ ചായ കുടിച്ച. അതെ,
കുറെ തിമിരി പിടിച്ച ഭയങ്കര അഹമ്മതി പിടിച്ച പെണ്ണുങ്ങൾ എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മോനെ. അഹമ്മദിയാണ്, കുടുംബത്തേക്ക് അനുസരിക്കാത്ത കുറെ ബിലീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ബിലീസുകൾ ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ. അല്ലാണ്ട് ഒന്നും യഥാർത്ഥത്തിൽ നല്ല മനുഷ്യന്മാരൊന്നും എന്റെ മോനെ പറ്റി ചെയ്യില്ല, ആരെയും ചെയ്യില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അവര് ദുനിയാവെ കാണുന്ന പോലെ ഇടണ്ട. അവർക്ക് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ആ ബസ്സിൽ ഡ്രൈവറോ കണ്ടക്ടർ ഉണ്ട് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ബസ്സിലുള്ള ജനങ്ങളുണ്ട് അവരോട് പറയാ. അവര് പ്രതികരിക്കും. വേണ്ട, അങ്ങനെ ഒരു തെറ്റ് കഴിഞ്ഞാൽ കാല് കണ്ട ചെരുപ്പെടുത്ത് മോളിലേക്കൊന്ന് കൊടുക്കുക, അങ്ങനെ ആ പെണ്ണ് പ്രതികരിക്കുക. ഇതൊന്നും ചെയ്യാണ്ട് എന്റെ മോനൊന്ന് മുട്ടിന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യണമെങ്കിലേ ആ പെണ്ണ് എന്തെങ്കിലും കരുതി കൂട്ടിയിട്ടാണ് മോനെ. അല്ലാണ്ട് എന്റെ മോൻ തെറ്റ് ചെയ്യില്ല എന്ന് ഉമ്മാക്കറിയാം. എന്റെ മോൻ ചായ കുടിച്ച് കണ്ടങ്ങോട്ട് പോയേ ഒക്കെ ഒന്നുമില്ല. ഈ ബേജാറാകണ്ട. നീ എന്ത് തെറ്റ് ചെയ്തിട്ടുള്ളതിന് ബേജാറാകാൻ മാത്രം? ഇതാണല്ലേ വീട്. മോൻ ചെന്നിട്ടേ കുറച്ചു നേരം കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് വർത്താനം മാറ്റിരുന്ന ചെല്ലു. മോനെ പറ്റി ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാന്. എന്റെ തൊട്ട് വീട്ടിൽ ചെക്കൻ തന്നെയാണ്. ആ ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്ന ചെക്കൻ തന്നെയാ. ഞാനിപ്പൊ തന്നെ അവര് വീട്ടിൽ പോയിട്ട് മൊബൈലിൽ കാണിച്ചു കൊടുത്തിട്ട് വരിക. അല്ല, ഞാനിത് ന്യൂസ് അറിഞ്ഞ ഉടനെ നമ്മുടെ വലവത്തൂരുള്ള ചെക്കനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാന് വിളിച്ചത്. അതെനിക്ക് മനസ്സിലായി. അത് അല്ല, അവര് എങ്ങനെയാ, മുൻപ് നല്ല ചെക്കന്മാരാണോ, ഡീസന്റ് ചെക്കനാണോ? ആള് കുഴപ്പമൊന്നുമില്ല, ഡീസന്റ് ചെക്കനായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ബസ്സിൽ കയറി ഇങ്ങനെ സംഭവം ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എന്താന്നുള്ള ഒരു പിടിയില്ല. ഇപ്പത്തെ ന്യൂസ് കേട്ടില്ല. അപ്പൊ ഇപ്പത്തെ ന്യൂസ് ആ പെൺകുട്ടിയാണ് അത്ര അത് റീച്ചിന് വേണ്ടിട്ട് അവര് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് വെറുതെ വീഡിയോ ഇട്ടതാണ് അത്ര റീച്ചിന് വേണ്ടിട്ട്. അതെ. അത് എനിക്കറിയില്ല കേട്ടാ. ഞാന് ഈ ചെക്കൻ്റെ മേലെ തെറ്റുകൊണ്ട് ഉമ്മാക്ക് പോയിട്ട് കാണിച്ചു കൊടുക്കും, പറയും ചെയ്തു. പിന്നെ ഉറക്കുന്നത് കാണണ്ടേ. അതാ പെൺകുട്ടി റീച്ചിന് വേണ്ടിട്ടുള്ള പ്രശ്നമാണത്ര. അതെ. ആ ചെക്കൻ പാവാന്നൊക്കെ പറയുന്നത്. അതറിയില്ലട്ടാ. അത് ഓരോ തെറ്റിദ്ധാരണകളാണ്. അത് ശരി. ഇപ്പൊ ഓരോ കാര്യങ്ങൾ, കുറെ സംഭവങ്ങൾ യൂട്യൂബ് കൂടെ നടക്കുന്നുണ്ടല്ലോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട്. ഇതാണ് സംഭവം അല്ലേ? മനസ്സിലായത്. ശരി എന്നാ. ശരി. കാലത്താണെങ്കിൽ ഞാന് ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരു ഉമ്മാന്റെ അടുത്ത് തെറ്റ് അവന്റെ മേലെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നത്, അത് തലകറങ്ങി വീഴുകയും ചെയ്തു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആ പെണ്ണിന്റെ മേലെ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഫോണില് വീഡിയോ പിടിച്ചാന്നുള്ളത്. ഓരോന്നും ഇങ്ങനെ നടക്കണ്ടല്ലോ പെണ്ണുങ്ങള്. എന്തിനാണ് അവരെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഇല്ലമ്മ, അവിടെ ഫുള്ള ആൾക്കാരാ. അവരൊക്കെ എന്നെ നോക്കിയിട്ട് ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പോണില്ല. ആരും എന്തോ നോക്കി ചെറുക്കി എന്തോ ചെയ്തോട്ടെ മോനെ. എന്റെ മോനെ എന്ത് തെറ്റ് ചെയ്ത്? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആക്കി? എനിക്ക് കുറ്റബോധാണ് മനസ്സിൽ. ഞാൻ തെറ്റ് ചെയ്തോ പറഞ്ഞിട്ടുള്ളൊരു ടെൻഷനാണ്. നീ അതൊന്ന് മാറ്റ്. വേണ്ടപ്പാ, അവരുടെ അടുത്ത് പോയി പറഞ്ഞു എനിക്ക് പറയാൻ വയ്യ. ഞാൻ തെറ്റുകാരനല്ല. അതിൽ നോക്കുമ്പോഴൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നണം. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ നോക്കി ചിരിക്കുക അവരൊക്കെ. ഞാൻ എങ്ങനെയാ ഈ സമൂഹത്തിൽ ജീവിക്കുക? എങ്ങനെ ഞാൻ ഈ ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കുക? അപ്പുറത്തും ഇപ്പുറത്തും ജനങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും എന്നെ തിരിച്ചറിയാണ്ടിരിക്കുക. അത്രമാത്രല്ലേ വീഡിയോ പറഞ്ഞിട്ട് പറയട്ടെ. ആ കള്ള സൈത്താൻ പിടിച്ച പെണ്ണിനുണ്ടല്ലോ, എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ചൂരും കിട്ടിട്ട് നല്ല കൂട്ടുക്കുന്നേ. എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ എങ്ങനെയൊക്കെ അവൾ എടുത്ത് ഇടാൻ മാത്രം തെറ്റ്. എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്ത്? അവളൊരു യൂട്യൂബ് കാര്യമാണ് അത്ര. അവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവള് ഇമാതിരിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? എന്റെ മോനെ തന്നെ അവൾക്ക് കണ്ട ബസ്സാണെങ്കിൽ തട്ടും മുട്ടും ഒക്കെ ചെയ്യും. അവള് തട്ടാൻ മാത്രം ഇങ്ങനെ നെളിഞ്ഞു പിടിച്ച് നിൽക്കൊന്നും വേണ്ട. അങ്ങനെ മുട്ടുകയാണെങ്കിൽ അവളുടെ കൈ കൊണ്ടൊന്ന് മറിക്കുക. അതുപോലെ അവള് ചെയ്യാണ്ട് ഇങ്ങനെ കമ്പിയും പിടിച്ചിട്ട് മൊബൈലും പിടിച്ചിട്ട് നിൽക്കണം. അപ്പൊ റീച്ച് ആകാൻ വേണ്ടിയിട്ടല്ലേ? യൂട്യൂബിൽ റീച്ച് ആകാൻ വേണ്ടിയിട്ടാണ് അവളെ ചെയ്ത തെറ്റ്. എന്റെ മോനെ കരിയാക്കിയിട്ട് അറിയോ? അവളെ എന്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ ബസ് പിടിച്ച് പോയിട്ട് അവളെ 4 വർത്താനം പറഞ്ഞു കൊടുക്കും. 4 വർത്താനമല്ല, ചള്ളക്ക് 2 കൊടുക്കുന്നതന്നെ അവളെ. അവൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. എന്റെ മോനെ എല്ലാം വിളിച്ചിട്ട് ഇതാകുക. എന്റെ മോൻ എന്തുമാത്രം വിഷമിക്കുന്നു ഇപ്പൊ കടന്നിട്ട്. ആ വിഷമം ഞാനില്ലേ കാരണം അവരൊക്കെ വളർന്ന രീതിയിലല്ല ഞാൻ എന്റെ മോനെ വളർത്തിയത്. ഞാൻ എന്താ ചെയ്യാ? ഈ സമൂഹത്തിൽ എന്നെ എല്ലാവരും എന്നെ കളിയാക്കില്ലേ? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ? എല്ലാവരും മുമ്പിലും ഞാനൊരു കളിപ്പാവ് പോലെയാവില്ലേ? ചെയ്യാത്ത തെറ്റിന് ഇത്രമാത്രം ശിക്ഷയാ? ഉമ്മ പറഞ്ഞ പോലെ പോലീസിലോ എന്തിലേലും പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തേക്ക് വരായിരുന്നു. ഇതിപ്പോ ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ട പോലത്തെ ഒരു ശിക്ഷയായല്ലോ. ഞാൻ എന്താ ചെയ്യ? എൻ്റെ കുടുംബക്കാരും
എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്കെന്തിനാ? ജീവിച്ചാലല്ലേ ഇവരൊക്കെ എന്നെ കളിയാക്കുള്ളൂ. ചെയ്യാത്ത തെറ്റിന് ഇത്ര ശിക്ഷയാ? ഇനി ഇങ്ങനത്തെ ഒരു ജീവിതം വേണ്ട. എനിക്കറിയാം, ഇതൊക്കെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചു വന്നത്. ഇനി ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണ്ട. അയ്യോ മോനെ, നീ എന്താ ചെയ്യുന്നേ? കൂട്ടുന്നുണ്ട്. എന്ത് പണിയാ മോനെ നീ ചെയ്തെന്ന? ഇത്രയും പറഞ്ഞു തന്നിട്ട് നിനക്ക് ഇപ്പം മനസ്സിലായിട്ടില്ല? ഈ ഇമ്മാതിരിയൊക്കെ നീ ഒന്ന് ആലോചിച്ചാ? ഏതോ കണ്ണി കണ്ട പെണ്ണ് എന്തോ ചെയ്ത് പറഞ്ഞിട്ട് നീ ഇമ്മാതിരി ചെയ്യാൻ പോണ്? ഇത്ര കിളിക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ നിനക്ക് ഇത്ര നേരം പറഞ്ഞു തന്നില്ല? എന്റെ കണ്ണൊന്നും തെറ്റിയിട്ട് എന്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്റെ മോൻ? ഉമ്മ പറയണ പോലെയല്ല. ഞാൻ ഇനി ജനസമൂഹത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെ ജീവിക്കണ്ട? ഇത് ചെയ്യണത് നീയല്ല, അവളാ ചെയ്യേണ്ടത്. അവളൊരു പെൺകുട്ടിയാണ്. അതെ, ഞാൻ പറയണില്ല മോനെ. എന്റെ മോനെ നീ എന്തിനാ മോനെ? എനിക്ക് വയ്യ എന്റെ റബ്ബേ. എന്നാ പിന്നെ എന്നെയും കൂടി മോൻ കൊല്ല്. എനിക്കും കൂടി തായോ? നീ ഒറ്റക്ക് ചെയ്യണ്ട, എനിക്കൊന്നും കൂടി തായോ. എനിക്ക് ആരുള്ളത്? മനസ്സിലാവൂ നമ്മുടെ കുടുംബക്കാർക്ക്? അവരൊക്കെ എന്നെയല്ലേ കുറ്റക്കാരൻ പറയാ? ആരും ഒരാളും നിന്റെ കുറ്റക്കാരനാകൂല. ഒരാളും കുറ്റക്കാരൻ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കും, ഒരാളും പറയില്ല. എന്താ പറഞ്ഞെന്നറിയാം അപ്പുറത്തെ ആള്? ആ കുട്ടീനെ പറ്റി ഞങ്ങൾക്ക് അറിയാം, കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എന്തോ ആ പെണ്ണിന് എന്തെങ്കിലും തോന്നിയിട്ടാവും റീച്ച് കിട്ടാൻ. അപ്പോഴും പറഞ്ഞത് റീച്ച് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ മോൻ ഒന്നും ചെയ്യണ്ട മുത്ത, എനിക്ക് വയ്യ. ഈ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉമ്മാക്കും കൂടി തന്നിട്ട് നീ ചെയ്തോ. ഇനി ഉമ്മാനെ ആർക്ക് കൊടുത്തിട്ടായി പോണേ? ഞാൻ തെറ്റിന് കണ്ണ് തെറ്റിട്ട് നീ ഇപ്പൊ ചെയ്തു പോയിട്ടുണ്ടാവൂലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലൊക്കെ നാട് വിട്ടേനും പോവാമ. അല്ല, എവിടേക്കെങ്കിലൊക്കെ നാട് വിട്ടു പോവാ. എനിക്ക് ഈ ജനങ്ങളുടെ അടുത്ത് നിൽക്കാൻ വയ്യ. ഞാൻ എന്താ ചെയ്യാ? ഉമ്മ എന്നെ പറയും. മോനെ, ഉമ്മ ഒരു കാര്യം പറയണ കേക്കണ. എന്റെ മോനക്ക് അത്ര വിഷമാണെങ്കിലേ എന്റെ മുമ്മാതിരി കളിച്ചൊന്നും ചെയ്യല്ലേ മോനെ. ഉമ്മക്ക് താങ്ങാനുള്ള മനക്കെട്ടില്ല. ഈ അങ്ങനെ ചെയ്തു പോയ എന്റെ ബാക്കിൽ എന്റെ ഉമ്മ വരൂട്ടാ. അല്ലാണ്ട് എന്റെ മോനില്ലാണ്ട് ഉമ്മാക്കൊരു ജീവിതമില്ല. ഉമ്മ ജീവിക്കൂല. എന്താണ് അത്രയ്ക്കും ഇതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുക. നമുക്ക് എന്നാ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ പാക്കാക്കട്ടെ, ഇപ്പൊ തന്നെ പോവാം അല്ലേ? പിന്നെ ഒരു നിമിഷം എന്റെ മോനെ ഒറ്റക്കാക്കിയിട്ട് തന്നെ വിടുക്ക് നിൽക്കൂല. നമുക്ക് പോവാം, എന്നാ നമുക്ക് പാക്കറ്റ് ആക്കാം. അതെ, പിന്നെ ഒരു കാര്യം എനിക്ക്, പിന്നെ ഞങ്ങൾക്ക് പറ്റണ പോലെ ചെറിയൊരു എന്ത് കുറ്റം കൂടുതലായാലും കുറവായാലും അറിയില്ല, നമുക്ക് പറ്റിയ പോലെ ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങൾ പിടിച്ചതാണ്. അതെ, അതിൽ എന്തൊക്കെ കുറവുണ്ട് എന്തൊക്കെ കൂടുതലുണ്ടോന്ന് അറിയില്ല. ഞങ്ങളെ കൊണ്ട് പരമാവധി ചെയ്യുന്ന പോലെ നല്ലൊരു ഇൻഫർമേഷൻ തരുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് പിടിക്കാൻ ശ്രമിച്ചത്. കുറെ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊക്കെ സഹകരിക്കുക. അതെ അതെ. പിന്നെ ഒരു തെറ്റ് മോളെ, നീയ് ഒരു ജീവനെയാണ് കളഞ്ഞത്. അത് വല്ലാത്ത വിഷമം. ഈ എല്ലാവർക്കും, മലയാളിയായ എല്ലാവർക്കും വല്ലാത്തൊരു വിഷമാണ്. എന്താന്നാ, ഒരു ജീവനാണ് പോയത്. മോള് ചെറിയൊരു റീച്ചിന് വേണ്ടി ഇട്ടത് ഒരു ജീവനാണ് പോയത്. എന്ത് പ്രതിഫലം തിരിച്ചു കിട്ടൂല. ആ അച്ഛന്റെ അമ്മയുടെ കണ്ണീര് കണ്ടാല് എന്താ പറയാ, കല്ലിന് പോലും കരഞ്ഞു പോണ പോലെയാണ് അച്ഛന്റെ അമ്മയുടെ ആ വീഡിയോയിൽ കണ്ടുപോയത്. ഞങ്ങളെ കണ്ണൊക്കെ നിറഞ്ഞു പോയി കേൾക്കുമ്പോൾ തന്നെ. മോളിത് ആര് ദുനിയാവില് മോൾക്ക് പുറത്തു തന്നാലും, ഇനിയിപ്പോ കോടതിയിൽ തന്നെ മോൾക്ക് വിട്ടു തന്നാലും അള്ളാന്റെ കോടതി ഒരിക്കലും നിന്നെ വിടൂല. അതന്നെ എനിക്ക് പറയാനുള്ളൂ. കൂടുതലായാലും കുറവായാലും ഞങ്ങളെ വീഡിയോ കണ്ടവര് ഞങ്ങൾക്ക് പറ്റിയ പോലെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ. പിന്നെ ഇത് നമ്മള് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് പേര് അതിനെ വെച്ചൊക്കെ വീഡിയോകൾ ഇങ്ങനെ ചെയ്യണുണ്ട്. അപ്പൊ നമുക്കൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ എടുത്തതാണ്. പക്ഷെ ഒരാളും ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും. അതെ, ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കുറെ വരികയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ എന്താ വെച്ചാല് പോലീസിൽ പിടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇതൊക്കെ ആ സമയത്ത് നിന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇത്രയും വലിയ പ്രശ്നമൊന്നും ആവില്ല. പോലീസിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ജീവന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, എന്ത് വെച്ച് അളന്നാലും അതിന് തുല്യമാവില്ല. വേണ്ട, കാലിൽ കിടന്ന് ചെരുപ്പെടുത്ത് 2 അടി കൊടുത്താലും അത്രയ്ക്ക് തന്നെ. അപ്പൊ ഈ ന്യൂസൊക്കെ ചെയ്തത് വല്ലാത്തൊരു, ഈ ന്യൂസ് കേട്ടതിന് ശേഷം ഉമ്മയൊക്കെ ഭയങ്കര എന്താ പറയാ വിഷമമായിരുന്നു. ഇങ്ങനെ ആയല്ലോ, അമ്മയുടെ കരച്ചില്, അച്ഛന്റെ കരച്ചില് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമമായിരുന്നു. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എടുത്തേട്ടാ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ക്യാമറ പിടിക്കണ്ട ഉപ്പയുണ്ട്. അപ്പൊ അതെന്താ പറയാനുള്ളത്?
എങ്ങനെ നോക്കിയാലും ഇപ്പൊ ഒരു എല്ലാ ഭാഗത്തും ഈ വീഡിയോക്ക് ഭയങ്കര റീച്ച്. ഒരാളെ കൊന്നിട്ട് ഇങ്ങനെ റീച്ച് കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം? അപ്പൊ ഭയങ്കര സങ്കടമുണ്ട്, എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ തട്ടിക്കൂട്ടി ചെയ്താണ്. ആ പെണ്ണിനെ എന്തായാലും ആ പെണ്ണിനെ ശിക്ഷിക്കണം, എന്തായാലും ശിക്ഷിക്കണം. ഇനി ആരും ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ആരും വീഡിയോ എടുക്കരുത്. അതൊക്കെ പറയാനുള്ളത്. അവരൊക്കെ ഒന്നും പറയാനില്ല. അപ്പൊ ഞങ്ങൾ ചെറുതായി കുഞ്ഞു വീഡിയോ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നാളെ അറിയട്ടെ ഈ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. ആരും ഒരു പരിഹാരമല്ല മരിക്കാനുള്ളത്. അതൊക്കെ അപ്പപ്പോ കഴിഞ്ഞു അതോടെ കൊടുക്കുക, അങ്ങനെ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. മരണം ഒരു പരിഹാരമല്ല. അത് ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കാം. ഒറ്റ നിമിഷം കൊണ്ട് തോന്നി. ആർക്ക് പോയിന്ന് വെച്ചാൽ നമ്മളിപ്പോ അഭിനയിക്കുമ്പോ തന്നെ ആ ഒരു വിഷമം വന്നിട്ട് നമുക്കത് ചെയ്യാൻ തോന്നുന്ന ഒരു ഇതിൽ വരും. അപ്പൊ അത് ഒരിക്കലും ആര് കാണുന്നവരും ഇതേപോലെ ബസ്സിൽ കയറിയിട്ട് ആര് വന്നാലും ഈ പെണ്ണുങ്ങളെ റീച്ചഡ് വടി എടുക്കുകയാണെങ്കിലും തട്ടി മാറ്റിട്ട് പോവുക. അതൊക്കെ ചെയ്യാനുള്ളൂ. സന്ദേശമായിട്ട് മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. ബൈ.